സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 13 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 4, ഷോർട്ട് ലിസ്റ്റ് 3 ഉൾപ്പെടെ 7 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 2, ഇൻ്റർവ്യൂ അറിയിപ്പ് 3. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഫിനാൻസ് മാനേജർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 349/2021. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ ഗ്രേഡ് സെക്കൻഡ് മലയാളം കാറ്റഗറി നമ്പർ 638/2023. റിപ്പോർട്ടർ ഗ്രേഡ് സെക്കൻഡ് മലയാളം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് കാറ്റഗറി നമ്പർ 638/2023 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 27/8/2024 ചൊവ്വാഴ്ച 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HDV എക്സ് സർവീസ്മെൻ ഉള്ളി കാറ്റഗറി നമ്പർ 141/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 498/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS സെക്കൻഡ് NCA LC ബാർ AI വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 330/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കാറ്റഗറി നമ്പർ 487/2020. കാറ്റഗറി നമ്പർ 487/2020 വിജ്ഞാപന പ്രകാരം കേരള വാട്ടർ അതോറിറ്റിയിലെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 2024 സെപ്റ്റംബർ 4 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇൻ്റർവ്യൂ മെമ്മോ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഹാജരാക്കേണ്ടതുമാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 810/2022. ഇതൊരു നിൽ റാങ്ക് ലിസ്റ്റാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി കാറ്റഗറി നമ്പർ 10/2023. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് സബ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ 403/2022. കാറ്റഗറി നമ്പർ 403/2022 വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് സബ് എഞ്ചിനീയർ സിവിൽ എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖത്തിൻ്റെ 3ാം ഘട്ടം സെപ്റ്റംബർ 4, 5, 6, 11, 12, 13 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇൻ്റർവ്യൂ മെമ്മോ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഹാജരാക്കേണ്ടതുമാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS കാറ്റഗറി നമ്പർ 137/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 52.33. ലിസ്റ്റിലാകെ 19 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 439/2022.
കാറ്റഗറി നമ്പർ 439/2022 വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖത്തിൻ്റെ 3-ാം ഘട്ടം സെപ്റ്റംബർ 4, 5, 6, 11, 12, 13 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇൻ്റർവ്യൂ മെമ്മോ അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഹാജരാക്കേണ്ടതുമാണ്. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. പാലക്കാട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 417/2022 30/5/2023 തീയതിയിലെ ഗസറ്റ് വിജ്ഞാപനമനുസരിച്ച് പാലക്കാട് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 66/2023 എന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി 9/11/2023 തീയതിയിൽ നടത്തിയ OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 20/4/2024 തീയതിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 94 ഉദ്യോഗാർത്ഥികൾക്ക് 4/9/2024 മുതൽ 6/9/2024 തീയതി വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പാലക്കാട് ജില്ലാ PSC ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ്. ഈ വിവരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സ്ഥലത്തും സമയത്തും ആവശ്യമായ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഡിസ്ട്രിക്ട്സ്. കാറ്റഗറി നമ്പർ 503/2023 ക്ലർക്ക്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഡിസ്ട്രിക്ട്സ്. കാറ്റഗറി നമ്പർ 503/2023 എന്ന തസ്തികയുടെ ഒഴിവിലേക്കായി 31/8/2024 സാറ്റർഡേ 1:30 മുതൽ 3:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്, സോഷ്യൽ സ്റ്റഡീസ്, മലയാളം മീഡിയം. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ അസിസ്റ്റൻറ്റ്, മലയാളം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. വയനാട് ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 ഹോമിയോ. കാസർഗോഡ് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ, ഹൈസ്കൂൾ. തൃശ്ശൂർ ജില്ലയിലേക്ക് ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ NCA ST വിഭാഗക്കാർക്കായി. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർജൻറ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ. ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി, ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി. ആലപ്പുഴ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 HTV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV. തിരുവനന്തപുരം ജില്ലയിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ സിവിൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും പോർട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രായിങ് ടീച്ചർ, ഹൈസ്കൂൾ, മലയാളം മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്നും KSRTC KSFDC ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഇടുക്കി ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ഓഫീസ് അറ്റൻഡൻറ്റ്, വാച്ച്മാൻ, വാച്ച് വുമൺ. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST only. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC
ആൻഡ് ST only. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മലയാളം മീഡിയം, ഫസ്റ്റ് NCA ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം, NCA മുസ്ലിം വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, KAP സെക്കൻഡ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ, ഹൈസ്കൂൾ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.